അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു സ്കൂട്ടർ നോക്കാൻ വേണ്ടി വന്നതാണ്. വേറെ ആർക്കുമില്ല, നമ്മുടെ ആയിഷയ്ക്കാണ്. ആയിഷ ലൈസൻസ് വേണ്ടാത്ത സ്കൂട്ടറാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പം പുള്ളിക്കാരി ഇത് അറിഞ്ഞിട്ടില്ല. സ്കൂളിൽ നിന്ന് വരുമ്പം നമുക്കിത് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് സ്കൂട്ടർ നമ്മളിപ്പോൾ എടുത്തത്? നല്ല സ്കൂട്ടറാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല കളറാണ്, ആരും ഇഷ്ടപ്പെടുന്ന കളറാണ്. അത് മാത്രമല്ല ന്യൂട്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെ അല്ലേ, വേൾഡ് ഫേമസ് അല്ലേ. അത് ശരി. പിന്നെ അപ്പോൾ ശരിക്കും ഇത് ആയിഷ അറിഞ്ഞിട്ടില്ല. സേഫാണ്. ഹെൽമെറ്റ് നിർബന്ധമില്ല, രജിസ്ട്രേഷൻ നിർബന്ധമില്ല, രജിസ്ട്രേഷൻ വേണ്ട. ഇതിന്റെ ബാക്കി ലിഥിയം ബാറ്ററി അല്ലേ? ലിഥിയം എം ആണ് ലാസ്റ്റ് എം, ലിഥിയം. അപ്പോൾ ഈ ബാറ്ററിയുടെ ശരിക്കും വേരിയേഷനാണ്, വിലയുടെ വേരിയേഷനാണ് വണ്ടിയുടെ ഇത് വരുന്നത് അല്ലേ? ഇൻഡിക്കേറ്റർ ഇട്ടിട്ടൊന്ന് ഡിസ്പ്ലേ എടുത്ത് രണ്ട് സൈഡിലേക്കും അല്ല ഒന്ന് വീഡിയോ എടുത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത് തന്നെ. ഇതിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനത് പെട്രോൾ വണ്ടിയൊക്കെ തന്നെ ബാക്കി എല്ലാ ഓപ്ഷൻ ഡിമ്മ് ബ്രൈറ്റ്, ഈ സൈഡ് റിവേഴ്സ്, റിവേഴ്സും ഉണ്ടല്ലേ. സർവീസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പിന്നെ ഈ പടങ്ങളൊക്കെ ചാർജ് ഫുൾ ആവുന്ന സമയത്ത് അഥവാ ഈ പച്ച കത്തിയില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? മെയിനായിട്ട് LCB മാത്രം ഓഫ് ആവുന്ന നോക്കിയാൽ മതി. പിന്നെ നമ്മൾ മറ്റേ പകല് ലൈറ്റ് ഒന്നും ഇട്ട് ഓണായിരിക്കുക, വേറെ ഒന്നുമില്ല. അല്ല പകല് ഇത് ഓട്ടോമാറ്റിക് അല്ലല്ലോ, നമ്മൾ സ്വിച്ച് ഇടുമ്പോഴേ. പിന്നെ നമ്മൾ എത്ര 2 മണിക്കൂർ ചാർജ് ചെയ്യണം അല്ലേ ബാറ്ററി? 2 മണിക്കൂർ ഇട്ട് പിന്നെ തണുത്തതിന് ശേഷം ബാക്കി. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് പിന്നെ കണ്ടിന്യൂ ആയിട്ട് കുത്തിയിടാൻ പാടില്ല. ഓ ഇതിൻ്റെ മൈലേജ് ഒക്കെ എത്ര പറയുന്നത്? 70 ഒറ്റ ചാർജിൽ. നമ്മൾ ഓട്ടിക്കുന്ന കാര്യം വേറെ ഒരാൾ ഓട്ടിക്കുക. ഇവിടുന്ന് കൊണ്ടുപോകുന്ന പിള്ളേരെല്ലാം അവരെല്ലാം ഓട്ടിക്കുന്നു, വേറെ പിള്ളേരോട്ട് ഓട്ടിച്ച് മാർക്കറ്റിലൂടെ കൊണ്ടുപോകും. അത് ഒറ്റ കൈക്ക് യൂസ് ചെയ്യണം. മാക്സിമം സ്പീഡ് 25 കിലോമീറ്റർ അല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനെ പോകാനല്ലാതെ നമ്മൾ എത്ര കൈ കൊടുത്താലും 25-ന് മുകളിലോട്ട് പോകത്തില്ല. പിന്നെ ഈ ഒരു സ്വിച്ച് എന്താ കൊടുത്തേക്കുന്നത് സംഭവം? ഇതിനകത്ത് നമ്മുടെ ഇവിടെ 1 2 3 എന്ന് കൊടുത്തത് ഓണായി കിടന്നോളൂ, ഒന്നും ചെയ്യണ്ട. അല്ല നമ്മൾ ഇവിടെ കൈ പച്ച അത് വരുന്ന സമയത്ത് നമ്മൾ കയ്യെ മാറ്റിയാൽ അത് ഓട്ടോമാറ്റിക് ആയോ? അതൊന്ന് സ്പീഡായി കഴിയുമ്പോഴത്തേക്ക് അത് വരും. ചാവി പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ചെറിയ എന്തെങ്കിലും ഫോണോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതെന്താ USB-യുടെ മറ്റേ ചാർജ് ചെയ്യുന്നതാണോ? ഫോൺ ചാർജ് ചെയ്യുന്നത് USB പോർട്ട്. പിന്നെ ഇവിടെ എന്താണ്, ഇവിടെ നമ്മളിത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ അല്ലേ? ഓക്കെ, ഇതിങ്ങനെ വരത്തില്ല, നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേ ഇത് ഓണാകത്തുള്ളൂ.
ഈ 6 എന്നുള്ളത് സുഖം ലോകത്ത് തന്നെ റിവേഴ്സ് ഗിയറിൽ വണ്ടി മൂവ് ചെയ്യുന്ന ഏക സ്കൂട്ടർ ഇതാണ്. എങ്ങനെ ലോകത്ത് തന്നെ റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റിവേഴ്സിൽ മൂവ് ചെയ്യുന്ന ഏക 2 വീലർ ഇതാണ്. മറ്റ് 2 വീലർ ഒന്നും റിവേഴ്സ് മൂവ് ചെയ്യത്തില്ല. നമ്മുടെ അറിവിലൊന്നുമില്ല. അപ്പം ലിഥിയം ബാറ്ററി അല്ലേ? ലിഥിയം ബാറ്ററിക്ക് പിന്നെ 4.5 മണിക്കൂറും പിന്നെ വേറെ ബാറ്ററി ഉള്ളത് ഈ വണ്ടിക്ക് ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററിയുടെ വേരിയേഷൻ അനുസരിച്ചാണ് ഈ ഇതിൻ്റെ വിലഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുന്നത്. ഇപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ എന്താണ് വാറണ്ടി പുള്ളിയുടെ കാര്യങ്ങളാണ്. അതായത് 3 വർഷം വാറണ്ടി ഉണ്ട് ബാറ്ററിക്ക്. സർവീസ് എന്ന് പറയുന്നത് 3 മാസം 6 മാസം അല്ലേ? 2 മാസം 6 മാസം 12 മാസം ഇങ്ങനെയാണ് അതിൻ്റെ സർവീസ് പോകുന്നത് അല്ലേ? അപ്പോൾ സൂക്ഷിച്ച് കൊണ്ട് നടന്നാൽ ഇത് കുറേ നാളൊക്കെ നമുക്ക് കൊണ്ട് നടക്കാം. അപ്പോൾ ഏത് വണ്ടി ആയാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ സൂക്ഷിച്ചാൽ കിട്ടേണ്ടതാണല്ലോ അല്ലേ? റിവേഴ്സ് ഗിയർ ഉണ്ട്. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹെൽമെറ്റ് വേണ്ട, ലൈസൻസ് വേണ്ട, ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. 2 ഹോണുണ്ട്. ഹോൺ ബസ്സില്ല, അപ്പം ഇതന്നെ ഉണ്ട്. ഹോണ്, ലൈറ്റ്, ഇൻഡിക്കേറ്റർ ഇതെല്ലാം ഇതിനകത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. അഡീഷണൽ നമ്മളൊന്നും ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയ വണ്ടി എടുത്തതിൻ്റെ നമ്മുടെ നൗഷാദക്കാണ്. നൗഷാദക്കാണ് സംഭവത്തിൽ നൗഷാദക്ക് ഒരു കേക്ക് വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് കേക്ക് മുറിക്കുന്നതിൻ്റെ പ്രശ്നമല്ലോ ഉണ്ട്. ഞാൻ പറഞ്ഞ് കേക്ക് മുറിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഇയാളുടെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. അതുകൊണ്ട് കിട്ടിയ കേക്ക് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അതിന് മുകളിൽ വെച്ചോ. ഓക്കെ, അപ്പോൾ നൗഷാദക്കാടെ സമ്മതത്തോടു കൂടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ടൂൾസുകാരൻ്റെ അല്ല, സോറി, ഇവിടുത്തെ മെക്കാനിക്കലിൻ്റെ കത്തിയാണ്. അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. കേക്ക് മുറിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. ഓക്കെ ഓക്കെ റൈറ്റ്. ഓ വളരെ സന്തോഷം. മേടിച്ചോ മോളെ. ഇല്ല മേടിച്ചോ, ചെല്ല്. സന്തോഷം ഒരിക്കലും ഒരു വ്യക്തിയിൽ മാത്രം ആഘോഷിക്കുകയാണ്. സന്തോഷം ഒരിക്കലും ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് കാണിച്ചുകൊണ്ട് നമ്മളുടെ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും അല്ല, കാശ് പോയോ എന്ന സങ്കടത്തോടു കൂടി സന്തോഷം ആഘോഷിക്കുന്ന അഷ്റഫക്ക ആ കേക്ക് കഴിച്ചോളിൻ. എല്ലാ നല്ല ആശംസകളും നേരുന്നു. വണ്ടി ആദ്യമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ മോക്ക് വേണ്ടി എടുക്കുന്നത്. ശേഷം ഇത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ കക്ഷിയാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കക്ഷിക്ക് എൻ്റെ പറയാൻ പറ്റുന്നത്. കാരണം ഇതും ഞാനോടൊരു ബന്ധമില്ല. കക്ഷി ഇപ്പം എത്ര വർഷമായി? ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 2 വർഷമായി. സ്ഥലം കൊല്ലം പള്ളിമുക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് പറയാനാണ് അല്ലേ? അപ്പോൾ ഇത് എത്ര മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബാറ്ററി ചാർജ് ചെയ്ത് മാത്രം കൂടുതൽ ശ്രദ്ധിക്കാം. അതെ, അതായത് കൂടുതൽ സമയം ചാർജിങ് ഇട്ടിട്ട് നമ്മളങ്ങ് പോകരുത്. 5 മണിക്കൂർ അല്ല എന്ന് പറയാ ചോദിക്കട്ടെ. നിങ്ങൾക്കെല്ലാം കാര്യങ്ങൾ മെക്കാനിക്സ് സൈഡാണ് പുള്ളിക്കാരനുള്ളത്. പിന്നെ ഇതിൻ്റെ എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം,
എത്ര മാസമാണോ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ സർവീസും കാര്യങ്ങളൊക്കെ അത് പുള്ളിക്കാരിയാണ് പറയുന്നത് അല്ലേ? അപ്പം ആ ധന്യ മുഹൂർത്തം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റാണല്ലേ? ആ, ലോകപ്രശസ്തമായ ന്യൂട്രോൺ കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മുടെ അഷ്റഫ് ചാമ്പക്കടവ് മാഡത്തിൽ നിന്നും എൻ്റെ ചാവി കൈവാങ്ങി സ്വന്തമാക്കിയിരിക്കുന്നു. ഓക്കെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലേ? ഓക്കെ, ആ റൈറ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ മോള് ആദ്യം സ്കൂട്ടറും പിന്നെ കാറും പിന്നെ അതിനേക്കാൾ വലിയ കാറും ഒക്കെ ഭാവിയിൽ വാങ്ങുന്ന ഒരു കുട്ടിയായി മാറട്ടെ അല്ലേ? കുട്ടി സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയാണ് വാങ്ങിയത്. നല്ല വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള ജോലിയും ഒക്കെ വാങ്ങണം. നമ്മൾ ശരിക്കും പറഞ്ഞപ്പോൾ ആയിഷ വന്നിട്ടില്ല, സ്കൂളിൽ നിന്ന് വരത്തുള്ളേ ഉള്ളൂ. ആയിഷ അറിഞ്ഞിട്ടില്ല സംഭവം നമ്മളോട് മേടിച്ച് വെച്ചേക്കുന്ന കാര്യമാണ്. നമ്മൾ വണ്ടി അവിടെ ചാർജിൽ ഇട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കല്ലാപ്പിൽ നിന്ന് ഓടിച്ചിട്ട് വന്ന കുറച്ച് ചാർജ് ഇതായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടിരിക്കാം. ആയിഷ, ആയിഷ ഇനി വന്നേ, ഇനി വാ നീ കയറിയോ? നിന്ന് കയറിയോ? ആ, അത് കുഴപ്പമില്ല. സൈക്കിളുണ്ട് അപ്പുറത്ത്. ആ, നീ കയറിയോ? പോയി കയറി. ഒരു സാധനം കാണിച്ചില്ലപ്പാ. Sound the alarm, I'm coming up. We'll have a ball. I'm sweet like a buttercup. You're a Barbie doll. Show them all what I'm made of. Strut down the hall. Won't stop till I get enough. I wanna live right now. Baby, I'm as young as the night. I wanna dance right now. On the floor, I feel so alive. Don't stop, turn it up. 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 Sound the alarm. I'm coming up. We're going hard. Pour some more into my cup. Sparkling star. Crystal glitter all over. Get in my car. Let's go to my favorite club. Rich like a queen. All my clothes are designer. Life is a dream. Don't wanna wake up from her. Strawberry cream. My lips taste just like sugar. Compared to me, you look like an amateur. I wanna live right now. Baby, I'm as young as the night. I wanna dance right now. On the floor, I feel so alive. Don't stop, turn it up. Don't stop, turn it up.